ഈ കാത്തിരിക്കുന്നവർ, യഹോവയെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. കാത്തിരുന്ന എന്തെങ്കിലും ഒന്ന് കാത്തിരുന്നാൽ ഒന്ന് ഇവിടെ ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറയുന്നു. 2, കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ആരാണ് ഭാഗ്യവാന്മാർ? യഹോവയെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇവിടെ പറയാണ്, യഹോവേ നിങ്ങളോട്, അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിൻ്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അപ്പം നാം ദൈവത്തിനായി കാത്തിരുന്നാൽ ഭാഗ്യവാന്മാരാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അപ്പോൾ മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നാം രക്ഷിക്കപ്പെടും. നാം യഹോവയെ കാത്തിരുന്ന് അങ്ങനെ ഇരുന്നാൽ നാം ഭാഗ്യവാന്മാരായി തീരുവാനിടങ്ങി വരും. അപ്പം ഭാഗ്യവാനായി തീരണമെങ്കിൽ യഹോവയെ കാത്തിരിക്കണം. എങ്ങനെ കാത്തിരിക്കണം? മനം തിരിഞ്ഞ് നാം മാനസാന്തരപ്പെട്ട് നാം യഹോവയ്ക്കായി കാത്തിരുന്നാൽ നാം ഭാഗ്യവാൻ എന്നുള്ള ഒരു പദവിയിലോട്ട് എത്തുവാൻ ഇടവരും. അപ്പോസ്തലപ്രവൃത്തി 1:4-5 പറയാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പീൻ. കാത്തിരുന്ന് എന്ത് ലഭിക്കും? വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കും. കാത്തിരുന്നാൽ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അപ്പോൾ നോക്ക്, അവർ കാത്തിരുന്നു. 2:1 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. അപ്പം കാത്തിരുന്ന എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അപ്പോൾ കാത്തിരിക്കുന്ന ഒരാൾക്ക് എന്തുവാ ലഭിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിക്കും. കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അതിൻ്റെ 40 മുതൽ 29 മുതൽ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരുടെ വീഴെങ്കിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, പുതുശക്തി പ്രാപിപ്പാട വരും. നാം ദൈവത്തിനായി കാത്തിരുന്നാൽ, യഹോവയ്ക്കായി കാത്തിരിക്കുന്ന വചനം അനുസരിച്ച് ജീവിച്ചാൽ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ എന്ത് ചെയ്യും? നാം പുതുശക്തി പ്രാപിക്കും. അപ്പോൾ പുതുശക്തി പ്രാപിക്കണമെങ്കിൽ വചനം അനുസരിച്ച് ജീവിക്കണം. നാം ദൈവത്തിനായി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ 25:3 പറഞ്ഞിരിക്കുന്നത്, യഹോവയെ കാത്തിരുന്ന് എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല. അപ്പോൾ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ നാം ദൈവത്തിനായി കാത്തിരിക്കണം. ഞാൻ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ പെട്ടെന്ന് നടത്താൻ വേണ്ടി പോവുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന, നിന്നെ യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. റോമലേഖനം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവയിൽ വിശ്വസിക്കുന്ന ഒരുത്തനെ എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല, ലജ്ജിക്കത്തില്ല. 10:11 അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. അപ്പം നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ ലജ്ജിപ്പാൻ ദൈവം ഇടവരുത്തത്തില്ല. നാം ലജ്ജിച്ചു പോകുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്ത കൊണ്ടാണ്, വചനമനുസരിക്കാത്ത കൊണ്ടാണ് ലജ്ജിച്ചു പോകുന്നത്. നാം ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ദൈവവചനമനുസരിച്ച്, ദൈവത്തെ ഭയപ്പെട്ട് വചനമനുസരിച്ച് ജീവിച്ചാൽ നാം ലജ്ജിച്ചു പോകത്തില്ല. അതിന് 40 യെശയ്യാവ് 49 ഒരു വാക്യം കൂടി വായിച്ചിട്ട് 23-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് ഞാനിവിടെ നിർത്താൻ വേണ്ടി പോവുകയാണ്. യെശയ്യാവ് 49:23. ഓക്കെ. യഹോവയെ 22 വായിക്കാൻ, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ജാതികൾക്ക് എൻ്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എൻ്റെ കൊടി കാണിക്കുകയും ചെയ്യും. അവർ നിൻ്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിലണച്ചും പുത്രിമാരെ തോളിലെടുത്തും കൊണ്ടുവരും. നിങ്ങളുടെ മകന് വേണ്ടി അവന് ഭയപ്പെട്ടിരിക്കുന്നതാണെങ്കിലും സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ദൈവം കരങ്ങളിൽ എടുത്തുകൊണ്ട് വരുമെന്ന്. ആരെടുത്തോണ്ട് വരും? നമുക്ക് നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും സ്വർഗത്തിലെ ദൈവം കരങ്ങളിൽ എടുത്തുകൊണ്ട് വരും. അപ്പം നിങ്ങൾ ധൈര്യമായിരിക്കുക. കാത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദൈവം അവരെ തൻ്റെ കരങ്ങളിൽ വഹിച്ചു കൊണ്ടുവരും. അതിൻ്റെ 23 പറഞ്ഞിരിക്കുന്നത്, രാജാക്കന്മാർ നിൻ്റെ പോറ്റമ്മമാരും അവരെ രാജ്ഞികൾ നിൻ്റെ പോറ്റപ്പന്മാരും ആയിരിക്കും.
അവർ നിന്നെ സാഷ്ടാംഗമണങ്ങി നിന്റെ കാലിനെ പൊടി നക്കും. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. നാം ഒന്നറിയണം, നാം ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ നാം ലജ്ജിച്ചു പോകത്തില്ല. രാജാക്കന്മാർ നമ്മുടെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ പോറ്റമ്മമാരുമായിരിക്കും. യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് പൽക്കാലം നാം യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? നാം ലജ്ജിച്ചു പോകത്തില്ല. രാജാക്കന്മാർ നമ്മുടെ പോറ്റപ്പന്മാർ, അവരുടെ രാജ്ഞികൾ നമ്മുടെ പോറ്റമ്മമാരായി തരും. അവർ നമ്മുടെ കാലിൽ സാഷ്ടാംഗം വീണ് അവർ നമസ്കരിക്കുന്ന ഒരവസ്ഥ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ മാറ്റും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു.